കിഡ്മാക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ സർക്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അതിൽ ഈക്വൽ കോഡ്സ് എന്നുള്ള സെക്ഷനിൽ പേജ് 72 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. എളുപ്പമുള്ളതാണ്. ഇതിനു മുമ്പ് ചെയ്തതൊക്കെ പഠിച്ചവരെ സംബന്ധിച്ച് ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം പോലും ഇല്ല. സ്കൂളിലാണെങ്കിൽ ഹോംവർക്കായിട്ട് തരുന്ന പോർഷൻസ് ആയിരിക്കും ഇത്. കാരണം എന്താ, തൊട്ട് മുമ്പ് ചെയ്ത പ്രൂഫുകൾ പോലെ തന്നെയാണ് ഈ 3 എണ്ണത്തിൻ്റെയും പ്രൂഫ് വരുന്നത്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, പേജ് 72 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദ കോഡ്സ് ഓഫ് സെയിം ലെങ്ത് ഇൻ എ സർക്കിൾ ആർ അറ്റ് സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചെന്തായിരുന്നു, ഏതെങ്കിലും ഒരു സർക്കിളിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മളൊരു കോഡ് വരച്ചാൽ ഈക്വൽ ഡിസ്റ്റൻസിൽ വരയ്ക്കുന്ന കോഡുകൾക്കെല്ലാം സെയിം ലെങ്ത് ആണെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അല്ലേ. ഇന്ന് അതിൻ്റെ തന്നെ റിവേഴ്സ് ആയിട്ടുള്ളത്, അതായത് എന്താ, ഈക്വൽ കോഡ്സ് ആണെങ്കിൽ അത് ഈക്വൽ ഡിസ്റ്റൻസിലാണെന്ന് പ്രൂവ് ചെയ്യണം. അതേ തിയറത്തിൻ്റെ റിവേഴ്സ് പാർട്ട്. അപ്പം മറ്റൊരു രീതി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഈക്വൽ കോഡ്സ് സെയിം ഡിസ്റ്റൻസിലും ആയിരിക്കും. സെയിം ഡിസ്റ്റൻസിലാണെങ്കിൽ അവർ ഈക്വൽ കോഡ്സ് ആണെന്ന് പറയാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, ആ തിയറത്തിൻ്റെ തന്നെ കോൺവേഴ്സ് ഓഫ് ദ തിയറാണ് നമ്മളിവിടെ സത്യത്തിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 2 കോഡുണ്ട്. കോഡിന് നമുക്ക് പേര് കൊടുക്കാം. ഇതിനെ നമ്മൾ AB എന്ന് വിളിച്ചു, ഇതിനെ നമ്മൾ XY എന്ന് വിളിച്ചു. നമ്മുടെ സെന്റർ O ആണെന്ന് എടുക്കാം. ഈ O പോയി എനെ മീറ്റ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമുക്ക് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമുക്കിത് C ആണെന്ന് എടുക്കാം. ഇതിനെ Z ആണെന്ന് എടുത്തു എന്ന് വിചാരിക്കും. എല്ലാ പോയിന്റ്സിനും പേരൊക്കെ നമ്മൾ ഇട്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ടു പ്രൂവ് OC ഈക്വൽ ടു OZ. സെയിം ഡിസ്റ്റൻസിലാണ് ഈ ഈക്വൽ കോഡ്സ് നിൽക്കുന്നതെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് എന്താ തന്നിരിക്കുന്ന കാര്യം? AB ഈക്വൽ ടു XY അത് തന്നിട്ടുണ്ട്. ഈക്വൽ കോഡ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്നാണ് കാണിക്കേണ്ടത്. നമുക്ക് ചെയ്യാം. അപ്പോൾ ടു പ്രൂവ് ആദ്യം എന്താ തെളിയിക്കേണ്ടതെന്ന് എഴുതാം. ടു പ്രൂവ് OC ഈക്വൽ ടു OZ. അതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ അത് എഴുതണ്ടേ. അപ്പൊ എന്ത് കൺസ്ട്രക്ഷൻ നടത്താൻ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെന്ററിലേക്ക് റേഡിയസ് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. റേഡിയസ് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് നമ്മളിത് തെളിയിക്കാൻ പോകുന്നത് അല്ലേ. ഈസിയാണ്. അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്താണ്, നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തിയത്. കൺസ്ട്രക്ഷൻ എഴുതാം. ജോയിൻ OA ആൻഡ് OX. OAയും OX നമ്മൾ ജോയിൻ ചെയ്തു, അത് നമ്മൾ എഴുതി. ഇനി ഗിവൺ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, AB ഈക്വൽ ടു XY. ഈക്വൽ കോഡ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ABയുടെ നീളവും XYയുടെ നീളവും സെയിം ആണെന്നുള്ളത് തന്നിരിക്കുന്ന കാര്യമാണ്. AB XY സെയിം ആണ്. നമുക്ക് എന്ത് പറയാം, AC ഈക്വൽ ടു ഹാഫ് AB എന്ന് പറഞ്ഞൂടെ. കാരണം എന്താ, സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് AC എന്ന് പറയുന്നത് ABയുടെ പകുതിയാണ്. അതുപോലെ XZ എന്ന് പറയുന്നത് XYയുടെ ഹാഫ് ആണ് എന്ന് എഴുതാലോ. അപ്പൊ അടുത്താണ് നമുക്ക് അത് എഴുതാം. AC ഈക്വൽ ടു ഹാഫ് AB. അതുപോലെ എന്താണ്, XZ ഈക്വൽ ടു ഹാഫ് XY. കാരണം എന്താ, പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്ട് ദ കോഡ്. അത് നമുക്കറിയാം. അപ്പൊ AB ഈക്വൽ ടു XY ആണ്. AC എന്ന് പറഞ്ഞാൽ ഹാഫ് AB, XZ ഈക്വൽ ടു ഹാഫ് XY. ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ therefore AC ഈക്വൽ ടു XZ എന്ന് പറഞ്ഞൂടെ. ഇവർ രണ്ടുപേരും തുല്യമാണ് കോഡുകൾ. അങ്ങനെയാണെങ്കിൽ അവരുടെ കൃത്യം പകുതി എടുത്താലും ഒരു ഈക്വൽ ആയിരിക്കില്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, therefore AC ഈക്വൽ ടു XZ. അപ്പൊ ഈ 2 വശങ്ങൾ ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് പറയാം, റേഡിയസുകൾ ഈക്വൽ ആണെന്ന് പറയാലോ. അപ്പൊ AO ഈക്വൽ ടു XO. എന്തുകൊണ്ടാണ്, റേഡിയൈ. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താ, CO ഈക്വൽ ടു OZ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് പൈതഗോറസ് തിയറം ഉപയോഗിക്കാൻ പറ്റണം, ഇത് പെർപെൻഡിക്കുലർ അല്ലേ നമ്മൾ വരച്ചേക്കണേ. അപ്പൊ പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇതിനെ എന്ത് പറയാം, ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ആ ഫോർമുല ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് OC സ്ക്വയർ ഈക്വൽ ടു എന്താ എഴുതാം, ഈ ട്രയാങ്കിളില് OC square equal to AO square minus
AC സ്ക്വയർ. ഏതാണ് തിയറം? പൈത്തഗോറസ് തിയറം. നോക്കിയേ മക്കള്, OC സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ AO സ്ക്വയർ മൈനസ് AC സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു AOയ്ക്കും ACക്കും പകരം അതിന്റെ ഈക്വൽ ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് പറയും? AOയ്ക്ക് പകരം എന്ത് കിട്ടും നമുക്ക്? XO. ACക്ക് പകരം എന്ത് കൊടുക്കാം? XZ. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇപ്പൊ OC സ്ക്വയർ എന്നുള്ളതിന് വരുമ്പോ എന്താ കിട്ടിയേക്കണേ? XO സ്ക്വയർ. അപ്പൊ ഈ ഹൈപ്പോട്ടന്യൂസ് ആയി മൈനസ് XZ സ്ക്വയർ. അപ്പൊ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ബേസ് ആയി. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഈക്വൽ എന്ത് ചെയ്താൽ നമുക്ക് OZ സ്ക്വയർ തൊട്ട് മുമ്പ് ചെയ്ത പ്രൂഫ് പോലെ തന്നെയാട്ടോ. therefore എന്ത് വന്നു? നമുക്ക് എന്ത് കിട്ടി? OC സ്ക്വയർ ഈക്വൽ ടു OZ സ്ക്വയർ which implies OC ഈക്വൽ ടു എന്ത് വന്നു? OZ. ഇതല്ലാണ്ട് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? hence proved. അപ്പോ ചുരുക്കി പറഞ്ഞാൽ രണ്ട് കോഡ് ഈക്വൽ ലെങ്ത് ഉള്ള രണ്ട് കോഡ്സ് ഉണ്ടെങ്കിൽ അവര് സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണെന്നും പറയാം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിയേ, two chords intersect at a point on a circle and the diameter through this point bisects the angle between the chords. Prove that the chords have same length. ഇത് നമ്മൾ കഴിഞ്ഞ എക്സസൈസിൽ ചെയ്ത ഒരു പ്രോബ്ലത്തിന്റെ സെക്കൻഡ് പാർട്ട് പോലെയാണ് വരുന്നത്. അപ്പൊ നോക്കിയേ, എന്താ പ്രൂവ് ചെയ്യണ്ടേ? രണ്ട് കോഡ്സ് ഇന്റർസെക്ടിങ് അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ, അതായത് ഒരേ പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന രണ്ട് കോഡ്സ് ഉണ്ട്. എന്നിട്ടോ ഡയമീറ്റർ ത്രൂ ദിസ് പോയിന്റ്സ് ബൈസെക്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദ കോഡ്. ഇവരുടെ ഇടയിലൂടെ ആരംഭിക്കുന്ന അല്ലെങ്കിൽ ഇവരെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഡയമീറ്റർ ഈ ആംഗിൾസിനെ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നു. അതായത് ഇതും ഈക്വൽ ആണെന്ന് അർത്ഥം. പ്രൂവ് ദാറ്റ് ദ കോഡ്സ് ഹാവ് സെയിം ലെങ്ത്. അങ്ങനെയാണെങ്കിൽ കോഡുകൾ സെയിം ലെങ്തിലാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഏതെങ്കിലും ഒരു ഡയമീറ്റർ, ഒരു കോഡ്, രണ്ട് കോഡ്സ് സെയിം പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന രണ്ട് കോഡ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഡയമീറ്റർ അതിനെ ആംഗിൾ ബൈസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആംഗിളുകളെ നേർ പകുതിയായിട്ട് വിഭജിക്കുന്നുണ്ടെങ്കിൽ ആ കോഡുകൾ തീർച്ചയായിട്ടും ഈക്വൽ ലെങ്തിലുള്ളതായിരിക്കും. ഇതാണ് നമ്മൾ തെളിയിക്കണ്ടേ. ഇതിന്റെ നേരെ റിവേഴ്സ് ആണ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തത് അല്ലേ? ഇവർ രണ്ടുപേരും ഈക്വൽ കോഡ്സ് ആണ്, ഒരു പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്നവരാണ് എങ്കിൽ അവരെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ഡയമീറ്റർ ഉണ്ട് എങ്കിൽ അത് ആംഗിൾ ബൈസെക്ട് ചെയ്യുമെന്ന് നമ്മൾ ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എന്താ തെളിയിക്കുന്നത്? ഈ ഈക്വൽ കോഡ്സ് ആണ് ഇവരെന്ന് തെളിയിക്കണം. ആംഗിൾ ബൈസെക്ട് ചെയ്യുന്നുണ്ട് ഡയമീറ്ററിന് തന്നിട്ടുണ്ട്. റിവേഴ്സ് ഓഫ് ദാറ്റ് തിയറം. ഓക്കെ, കഴിഞ്ഞ എക്സസൈസ് ചെയ്ത തിയറത്തിന്റെ റിവേഴ്സ്. അത് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്ന്. അപ്പൊ നമുക്ക് ഇതാണ് തന്നിരിക്കുന്നത്. പേര് കൊടുക്കാം. നമുക്ക് പേരിടിയിൽ കർമ്മം ആദ്യം നടത്താം. എന്താണ്? രണ്ടുപേരും ആരംഭിക്കുന്ന പോയിന്റിനെ നമ്മൾ A എന്ന് വിളിച്ചു, സെന്ററിനെ നമ്മൾ O എന്ന് വിളിച്ചു, മറ്റു രണ്ട് പോയിന്റ്സ് B എന്നും C എന്നും മാർക്ക് ചെയ്തു. പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ്? ടു പ്രൂവ് AB ഈക്വൽ ടു AC. രണ്ട് കോഡുകൾക്കും സെയിം ലെങ്ത് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ നടത്താം. എന്തായിരിക്കും കൺസ്ട്രക്ഷൻ? ഇവിടുന്ന് ഒരു റേഡിയസ് വെച്ചിട്ട് ഇങ്ങോട്ടും ഇവിടുന്ന് ഒരു റേഡിയസ് വെച്ചിട്ട് ഇങ്ങോട്ടും നമ്മൾ ജോയിൻ ചെയ്യും. അപ്പൊ നോക്കിയേ, ജോയിൻ കൺസ്ട്രക്ഷൻ നമ്മൾ നടത്തിയത് എഴുതാം. അവ രണ്ടുപേരെയും ജോയിൻ ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്താ? ഈ ആംഗിൾ സെയിം ആണെന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലെ? നമുക്കത് എഴുതാം. G1 ആംഗിൾ BAO ഈക്വൽ ടു ആംഗിൾ CAO. അപ്പൊ ഇത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. നമുക്കിപ്പോ വേണേ നമ്മള് X എന്ന് വിളിച്ചു എന്ന് വിചാരിക്കും. ഈ ആംഗിൾ X ആണെന്ന് വിചാരിച്ചു. അതായത് എന്താ? ഇതും X ഇതും X. ഇത്രയും നമുക്ക് അറിയുള്ളൂ. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാംഗിളിലേക്ക് നോക്കാം. കൺസിഡർ ട്രയാംഗിൾ AOB ആൻഡ് ട്രയാംഗിൾ AOC. അതിന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി പ്രത്യേകത തോന്നുന്നുണ്ടോ? എവിടെയൊക്കെയാ റേഡിയസ് വരുന്നതെന്ന് നോക്കിയേ. എവിടെയൊക്കെ വരുന്നുണ്ട്? ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്, പിന്നെ ഇത് റേഡിയസ് അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നോക്കിയേ, ഈ ട്രയാംഗിൾ എടുക്കുമ്പോൾ AOB എന്ന് പറയുന്ന ട്രയാംഗിൾ എടുക്കുമ്പോൾ രണ്ട് വശം 6,
രണ്ട് വശത്തിന്റെ നീളം സെയിം. അങ്ങനത്തെ ട്രയാങ്കിൾ എന്ത് പേര്? ഐസോസിലസ്. ഇനി താഴത്തെ നോക്കിയേ, അതിന്റെ രണ്ട് വശം റേഡിയസ് ആണ്. അതിന്റെ അർത്ഥം എന്താ? ആ രണ്ട് വശങ്ങളും ഈക്വൽ ആണ്. അപ്പൊ അത് എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ എന്താ ആണെങ്കിൽ എന്താ? ബേസ് ആംഗിൾസ് സെയിം ആയിരിക്കും അല്ലെ? അപ്പൊ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര തന്നെ വരും? എക്സ് ഡിഗ്രി. അതേപോലെ ഇത് എക്സ് ആണെങ്കിൽ ഇതും എത്ര വരും? എക്സ് ഡിഗ്രി. അപ്പൊ രണ്ട് സൈഡ്സ് ഈക്വല്, രണ്ട് ആംഗിൾസ് ഈക്വല്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വന്നു? ഇത് കോമൺ സൈഡ്, റേഡിയസ്, ഇതൊക്കെ വെച്ചിട്ട് എന്ത് പറയാം നമുക്ക്? ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാൻ പറ്റും. ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് എഴുതാം. അത് മനസ്സിലായല്ലോ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണേ. നമുക്ക് എഴുതാം. നമ്മളിപ്പോ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ എഴുതാം. ഇൻ ട്രയാങ്കിൾ AOB AOC നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? AO ഈക്വൽ ടു R. കോമൺ സൈഡും ആണ്, അതിന്റെ ലെങ്ത് R ആണ്. ഇനി OC ഈക്വൽ ടു അഗെയിൻ R, റേഡിയസ്. ഇതെന്താണ്? റേഡിയസ് ആൻഡ് കോമൺ സൈഡ്. എങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്ത് സംഭവിച്ചു? therefore triangle AOB and triangle AOC are isosceles. അപ്പൊ അവർ ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് വന്നു. ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. ഇനി എന്ത് വേണം? ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നോക്കിയേ, ഇത് എക്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായാലും ഈക്വൽ ആയിരിക്കുമല്ലോ. ആകാതിരിക്കാൻ വഴിയില്ലല്ലോ. രണ്ട് സൈഡും ഈക്വൽ ആണ്, രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore angle OBA equal to angle OCA equal to x degree. ഇവിടെയല്ല, നമ്മൾ ഇവിടെയാണ് സേ എന്ന് എഴുതേണ്ടത്. നമ്മൾ വിളിച്ചതാണ് എക്സ് എന്നല്ലേ? അപ്പൊ സേ അങ്ങനെ വിളിച്ചതുകൊണ്ടാണ് ഇവിടെ എക്സ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ സേ എന്ന് എഴുതണ്ട കേട്ടോ, ഇവിടെ എക്സ് തന്നെ എഴുതാം. അപ്പൊ എക്സ് ഡിഗ്രി. therefore എന്ത് വന്നു? therefore angle AOB equal to angle AOC. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ആംഗിൾ അല്ലേ ഈക്വൽ ആവില്ലേ? എന്തുകൊണ്ട്? ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്. പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല. 180 മൈനസ് 2x ആയിരിക്കും ഈ രണ്ട് ആംഗിൾസും. അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore angle AOB equal to angle AOC equal to എത്രയായിരിക്കും? 180 മൈനസ് 2x. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല കേട്ടോ. ഇത്രയും എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾക്ക് എഴുതണ്ട. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മിസ് കുറച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ പറയണമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 2xും xും തമ്മിൽ കൂട്ടി അങ്ങനെ 180 കുറയ്ക്കണ തന്നെയായിരിക്കും മൂന്നാമത്തെ ആംഗിൾ തന്നെ. അങ്ങനെയാണെങ്കിൽ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പറയാം. ഹെൻസ് എന്താണ്? ട്രയാങ്കിൾ AOB ഈക്വൽ ടു ട്രയാങ്കിൾ AOC. രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ അവരുടെ എല്ലാ വശങ്ങളും ഈക്വൽ അല്ലേ? therefore AB equal to AC, hence true. ഇത്രയുള്ളൂ, എളുപ്പം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഏതെങ്കിലും ഭാഗത്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചോ. ഒരു തവണ കണ്ടിട്ട് മനസ്സിലായെങ്കിൽ ഒരു തവണയും കൂടി എടുത്ത് കാണാം കേട്ടോ. ഇനി നോക്കിയേ മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണേ? ഇൻ ദ പിക്ചർ ഓൺ ദ റൈറ്റ് the angles between the radii and the chords are equal. Prove that the chords are of same length. എന്താണ് തന്നിരിക്കുന്നത്? അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. രണ്ട് ഒരേ പോയിന്റിൽ നിന്നൊന്നും ആരംഭിക്കുന്ന കോഡുകളല്ല, രണ്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കോഡ്. അവരെ റേഡിയസ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞേക്കണേ? ആ റേഡിയസും കോഡ്സുമായിട്ടുള്ള ആംഗിൾ ഈക്വൽ ആണെങ്കിൽ കോഡ്സ് ആർ ഓഫ് സെയിം ലെങ്ത് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിൻ്റെ അകത്ത് വ്യത്യസ്തങ്ങളായ രണ്ട് കോഡുകൾ തന്നിട്ടുണ്ട്. ആ കോഡുകളെ രണ്ടിനെയും സെന്ററിൽ നിന്ന് ഒരു റേഡിയസ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എം പോലൊരു ഷേപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ? എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവർ തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിളുകൾ സെയിം ആണ്, ഈക്വൽ ആണ്. അതായത് ഇതിപ്പോൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതും എക്സ് ഡിഗ്രി ആണ് എങ്കിൽ പ്രൂവ് ദാറ്റ് ദ കോഡ്സ്. അപ്പോൾ കോഡ്സിന് നമുക്ക് പേര് കൊടുക്കാം. ഇത് നമ്മുടെ AB, ഇത് നമ്മുടെ PQ. നമുക്ക് എന്താ തെളിയിക്കാൻ പറഞ്ഞേക്കണേ? AB ഈക്വൽ ടു PQ എന്ന് തെളിയിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടത്താം. എന്ത് നടത്താം? ഇവിടെ നിന്ന് നമുക്ക് ഇവിടേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം.
അതേപോലെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും. അപ്പൊ എന്ത് വരും? ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഈ കാര്യം വെച്ചിട്ട് നമുക്ക് ഇത് തെളിയിക്കാം. ഓക്കെ, നമുക്ക് എന്താ തെളിയിക്കേണ്ടതെന്ന് ആദ്യം എഴുതാം. ടു പ്രൂവ് ഈക്വൽ ടു PQ. എന്തൊക്കെ തന്നിട്ടുണ്ട്? E1 എന്താണ്? ആംഗിൾ. ഈ പോയിന്റിനെ നമുക്ക് സെന്ററിനെ O എന്ന് വിളിക്കാം. ഇത് നമ്മുടെ C, ഇത് നമ്മുടെ R. ഓക്കെ, നമുക്ക് അത് വെച്ചിട്ട് പറയാലോ. E1 ആംഗിൾ OAC ഈക്വൽ ടു ആംഗിൾ OPR. ഈ രണ്ട് ആംഗിളുകൾ സെയിം ആണെന്നുള്ളത് E1 കണ്ടീഷൻ ആണ്. ഇനി ഇവിടെ റേഡിയസുകൾ ഏതൊക്കെ വരും? ഇത് നമ്മുടെ റേഡിയസ് ആണ്, ഇത് നമ്മുടെ റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് ഓർത്ത് വയ്ക്കാം. പിന്നെ എന്താ ഉള്ളത്? X ഡിഗ്രി, ഒരു 90 ഡിഗ്രി ഉണ്ട്. ഇതൊക്കെ മതിയല്ലോ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടി കാണും ഇങ്ങനെ തെളിയിക്കേണ്ടതെന്നുള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. OAC ഈക്വൽ ടു OPR എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? കൺസ്ട്രക്ഷൻ എന്താണെന്ന് എഴുതാം. എന്താണ് കൺസ്ട്രക്ഷൻ നടത്തിയത്? Join OC and OR with a perpendicular from center. സെന്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വെച്ചിട്ട് നമുക്ക് OCയും ORഉം ജോയിൻ ചെയ്യാം. വെറുതെ ഒരു ലൈൻ വെച്ചിട്ടല്ല, പെർപെൻഡിക്കുലർ ലൈൻ വെച്ചിട്ട്. ഇനി അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയല്ലോ. കൺസിഡർ ട്രയാങ്കിൾ AOC ആൻഡ് ട്രയാങ്കിൾ POR. ഈ രണ്ട് ട്രയാങ്കിളുകൾ കൺസിഡർ ചെയ്യാം. അതിന് എന്തൊക്കെ കിട്ടും നമുക്ക്? OA ഈക്വൽ ടു OP. എന്തുകൊണ്ടാണ്? റേഡിയൈ അല്ലേ? പിന്നെ എന്താ നമുക്ക് അറിയാവുന്ന കാര്യം? ഇത് 2 X ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആംഗിൾ ആണ്. പിന്നെ റേഡിയസ് കിട്ടി. ഇനി രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണെന്ന് അറിയാലോ. ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആംഗിൾ OAC ഈക്വൽ ടു ആംഗിൾ OPR ഈക്വൽ ടു X ഡിഗ്രി. ഇത് എവിടെ നിന്നാണ്? ഗിവൺ ആണ്, രണ്ടുപേരും ഈക്വൽ ആണ്. ഇനി നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചത് വെച്ചിട്ട് ഈ ആംഗിൾസ് ഈക്വൽ അല്ലേ? അപ്പൊ അത് എഴുതാം. ഓൾസോ എന്താണ്? ആംഗിൾ OCA ഈക്വൽ ടു ആംഗിൾ ORP. ഇത് രണ്ടിന്റെ മെഷർ എത്രയാ? 90 ഡിഗ്രി. കാരണം എന്താണ്? പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, രണ്ട് ആംഗിൾ ഈക്വൽ ആണ് ഒരു ട്രയാംഗിളിന്റെ. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ എന്തുവരെ പറയാം? therefore ആംഗിൾ AOC ഈക്വൽ ടു ആംഗിൾ POR. എന്തുകൊണ്ടാണ്? ആംഗിൾ സം പ്രോപ്പർട്ടി. അപ്പൊ നോക്കിയേ, ഈ ആംഗിൾ ഈക്വൽ ആണ്. രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളതുകൊണ്ട് മൂന്നാമത്തെ ആംഗിളിന് ഈക്വൽ ആകാതിരിക്കാൻ ഓപ്ഷൻ ഇല്ല. അപ്പൊ അത് ഈക്വൽ ആയി. അപ്പൊ മൂന്ന് ആംഗിൾ ഈക്വൽ ആണ്, ഒരു വശവും ഈക്വൽ ആണ്. അതിന്റെ അർത്ഥം എന്താ? ദേ ആർ ഈക്വൽ ട്രയാംഗിൾസ്. അപ്പൊ മൂന്ന് ആംഗിൾസും ഒരു സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? therefore ട്രയാംഗിൾ AOC ഈക്വൽ ടു ട്രയാംഗിൾ POR. ഈ രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ആണെന്ന്. ട്രയാംഗിൾസ് ഈക്വൽ ആണെങ്കിൽ എന്ത് വരും? AC ഈക്വൽ ടു PR അല്ലേ? ആ ട്രയാംഗിളിന്റെ രണ്ട് വശമല്ലേ ACയും PRഉം. അപ്പൊ അത് ഈക്വൽ ആണെന്ന് വന്നു. നമുക്ക് വേറൊരു കാര്യം ഓൾറെഡി അറിയാവുന്നതുണ്ട്. എന്താണ്? സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം? AC ഈക്വൽ ടു ഹാഫ് AB ആൻഡ് PR ഈക്വൽ ടു ഹാഫ് PQ. അതെന്താണ്? കോഡിന്റെ പ്രോപ്പർട്ടി. നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. അങ്ങനെയാണെങ്കിൽ ACയും PRഉം ഈക്വൽ ആണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? ഇതുപോലെ തന്നെയല്ലേ നമ്മൾ ഇതിന് മുമ്പത്തെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കുന്നതാണ്. therefore എന്ത് വന്നു? therefore half AB ഈക്വൽ ടു half PQ and AB equal to PQ. Proved. Equal codes ആണെന്നല്ലേ കിട്ടിയത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. നോക്കി, നമ്മൾ ഇതുവരെ ചെയ്ത കണക്കിലെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്നെങ്കിൽ ഈക്വൽ ട്രയാംഗിൾ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്തേക്കണേ, അതല്ലെങ്കിലോ പൈത്തഗോറസ് തിയറം വെച്ചിട്ടാണ് പ്രൂവ് ചെയ്തേക്കണേ. നിങ്ങളൊരു താരതമ്യ പഠനം ചെയ്ത് നോക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്നേ. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ വീണ്ടും വീണ്ടും കേട്ടിട്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവുന്ന. എന്താണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കണോ? മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മനസ്സിലായില്ലെങ്കിൽ ഡിസ്ലൈക്ക്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. താങ്ക് യു.